ഹംസധ്വനി രാഗത്തിലെ ഒത്തിരി പാട്ടുകളുണ്ട്. അതിൽ ഫേമസ് ആയിട്ടുള്ളത് വാതാപി ഗണപതിയും ഭജയും എന്നുള്ള പാട്ടാണ്. ഈ വാതാപി ഇതൊരു സാർവകാലിക രാഗമാണ് കേട്ടോ, ഏത് സമയത്ത് വേണമെങ്കിലും പാടാം. വാതാപി ഗണപതി ഭജ എൻ്റെ അപ്പച്ചന് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അപ്പച്ചന് എപ്പോഴും MS സുബ്ബലക്ഷ്മിയുടെയൊക്കെ വളരെ വലിയ ഫാനാണ് അപ്പച്ചൻ. കർണാടക സംഗീതം ഭയങ്കര ഇഷ്ടമാണ്. അപ്പച്ചൻ പാടും, നന്നായിട്ട് പാടും. പറയാനാണെങ്കിൽ ദാസേട്ടൻ്റെ ഫാദർ അഗസ്റ്റിൻ ജോസഫ് സാറിൻ്റെ നാടക ട്രൂപ്പിലൊക്കെ അപ്പച്ചൻ പാടുമായിരുന്നു. അപ്പച്ചൻ പാടുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ എല്ലാവരും പാടുന്നത്. പിന്നെ ഈ പാട്ട് എന്നെ കൊണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യിക്കാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു ഈ വാതാപി ഗണപതി ഭജ. പ്രണവ സ്വരൂപ വക്രതുണ്ടം പ്രണവ സ്വരൂപ വക്രതുണ്ടം നിരന്തരം നിടില ചന്ദ്രഖണ്ഡം നിജവ മകര വിലുപേഷു ഖണ്ഡം കരാംബുജ ഭാഷ ബീജാപൂരം കലുഷ വിദൂരം ഭൂതകാരം കരാതി ഗുരുഗുഖദൂഷിത ബിംബം ഹംസധ്വനി ഭൂഷിത ഹേദംബം വാതാപി ഗണപതിം ഭജേ ഹംവാരണ സിംഹരപ്രദം ശ്രീവാതാപി ഗണപതിം ഭജേ. പിന്നെ വേറെ വിനായകനിനു വിനാബ്രോചുടകു വിനായകനിനു വിനാബ്രോചുടകു. അത് പിന്നെ നമ്മളുടെ വേറെയൊക്കെ ഉണ്ട് കേട്ടോ, ക്രിസ്ത്യൻ സോങ്സ് ഉണ്ട്. പിന്നെ സക്രരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, അങ്ങനെയുള്ള പാട്ടുകൾ വേറെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളുടെ 1983 ഉത്സവ ഗാനം എന്ന് പറഞ്ഞിട്ട് ഓണപ്പാട്ടുകൾ തരംഗിണി ഇറക്കിയ പാട്ട് ഉത്രാടപ്പൂനിലാവേ, ശ്രീകുമാരൻ തമ്പി സാർ എഴുതി രവീന്ദ്രൻ മാഷ് സംഗീതം കൊടുത്ത ആ പാട്ടുകളൊക്കെ ആരെങ്കിലും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്ര സൗന്ദര്യമുള്ളൊരു പാട്ടാണ്. സരിഗ പനി സപ ഗ രേ നീ സപ ഗ പരി ഗ സരി സരി ഗ സരി ഗ സരി ഗ സരി ഗ പസനി സ പനി ഗ പരി ഗ പരി ഗ പരി ഗ പരി ഗ പ രി ഗ രി നി രി ഗ പനി പ ഗ പ ഗ രി ഗ സരി സരി ഗ സരി ഗ സരി ഗ സരി ഗ പാനി സ ഉത്രാട പൂനിലാവേ വാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണയിൽ ഇത്തിരി പാച്ചുരത്താൻ ഉത്രാട പൂനിലാവേ വാ, ആ പാട്ട്. പിന്നെ നമ്മളുടെ ഭരതം എന്ന സിനിമയിലെ കൈതപ്പുറം സാർ എഴുതി രവീന്ദ്രൻ മാഷ് സംഗീതം കൊടുത്ത നല്ല കച്ചേരി മൂടിലെ ഒരു ഗാനമാണ് ശ്രീ വിനായകം നാമാമ്യകം ശ്രീ വിനായകം നാമാമ്യകം ദയാനിധിം ശുഭവരദ ശ്രീ വിനായകം നാമാമ്യകം. ആ പാട്ട് അത് ഹംസധ്വനി രാഗത്തിലാണ്. പിന്നെ ഏതോ ഒരു സ്വപ്നം എന്ന സിനിമയിലെ ശ്രീകുമാരൻ തമ്പി സാർ എഴുതി സലിൽ ചൗധരി സാറ് സംഗീതം കൊടുത്ത വളരെ ഡിഫറെൻ്റ് ആയ ഒരു സോങ് ആണ്. ശ്രീപദം വിടർന്ന സരസീരുഹത്തെ അടിയൻ തൂകുമേ ഹൃദയരാഗം പൊൻപരാഗമായി അണിയൂ അണിയൂ ദേവി ശ്രീപദം വിടർന്ന സരസീരുഹത്തെ. ഓം അനഘായൈ നമഃ, ഓം അജരായൈ നമഃ, ഓം അജയായൈ നമഃ, ഓം അമൃതായൈ നമഃ. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള പാട്ടുകൾ സാർ കമ്പോസ് ചെയ്യാറുണ്ട്. നമ്മുടെ പെണ്ണാളേ പെണ്ണാളേ ആ പാട്ടിൻ്റെ പിന്നെ അങ്ങനെ ഒരു 2-3 ടൈപ്പല്ലേ ആ പാട്ട്. അത് നല്ല ഒരു
ബോറടിക്കില്ല, നല്ല രസമല്ലേ അത് കേൾക്കാനൊക്കെ. പിന്നെ അതേപോലെ നമ്മളുടെ ഈ മിഴിയോരം, അത് ഈ ദാസേട്ടൻ പാടുന്ന മിഴിയോരം ചെറിയ ദേവസാറിൻ്റെ സംഗീതത്തിൽ അങ്ങനെ ഇല്ലേ, അനുപല്ലവിയിൽ ഏതോ ഏതോ വസന്തവനയിൽ പിന്നെ ചരണം വരുമ്പം താനേ തകർന്നു വീഴും. അത് ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണത്. അതുപോലെ പിന്നെ ഈയിടയ്ക്ക് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി പാടിയ ഒരു പാട്ടില്ലേ, അങ്ങവാനക്കോണിലെ, ആ പാട്ടിലെ ആനക്കുറുമ്പനെന്ന പിന്നെ അതിൻ്റെ അടുത്തത് ലാല 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 ലാല, അങ്ങനെ 2-3 ഒരു ഇതിൽ വരുന്ന എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ. പിന്നെ താരാട്ട് എന്ന സിനിമയിലെ ഭരണിക്കാവ് ശിവകുമാർ എഴുതി രവീന്ദ്ര മാഷിൻ്റെ സംഗീതത്തിലെ വളരെ രസമുള്ള, ഭയങ്കര ഇഷ്ടമുള്ള നല്ല ഒരു പാട്ടാണ് രാഗങ്ങളെ. രാഗങ്ങളെ മോഹങ്ങളെ പൂച്ചൂടും ആത്മാവിൻ ഭാവങ്ങളെ, രാഗങ്ങളെ മോഹങ്ങളെ, രാഗങ്ങളെ മോഹങ്ങളെ, രാഗങ്ങളെ മോഹങ്ങളെ. ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്, കേൾക്കാൻ നല്ല രസമാണ്. അതിൻ്റെ ഹാർമോണിയത്തിലെ ഇതൊക്കെ നല്ല രസമാണ്. പിന്നെ എന്നിഷ്ടം എന്ന സിനിമയിലെ മകൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ എഴുതി കണ്ണൂർ രാജൻ മാഷ സംഗീതം കൊടുത്ത്, അതായത് നമ്മളുടെ നല്ല നല്ല ഗാനങ്ങൾ ഉണ്ടാക്കുന്ന ശരത് സാറിൻ്റെ ഫാദറിലാണ് കണ്ണൂർ രാജൻ മാഷ്. അറിയാമായിരിക്കും എല്ലാവർക്കും, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നാദങ്ങളായിരുന്നു ഇവർ, നല്ലൊരു ക്ലാസിക്കലാണ്. സരി സനി പാനി സരി സരി സനി പകരി സനി സരി സരി ഗപ 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 നി സനി സ ഗരി ഗരി സനി പരി സനി പഗരി സനി സരി സരി ഗരി ഗപ ഗപ നി പനി സ. മധുര മധുര സ്വര നിരകൾ നിറയും അകത്തളിരിൽ വിളയും ഒരു താളം, ലളിത സരള പദം ഒഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം. ഗട്ടി ഗരി സനി രി സനി പ പനി 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 സനി സരി സരി ഗരി ഗ പനി സ രി സനി രി സനി പ ഗ പനി സനി പനി പ ഗ പ ഗരി ഗരി സനി സ. നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തേൻ തരൂ. നല്ല പാട്ടല്ലേ, ഹംസധനിയിലാണ്. പിന്നെ മഴ നിലാവെന്ന സിനിമയിലെ പൂച്ചൽ ഖാദർ സാറ് വരികൾ എഴുതി രവീന്ദ്ര മാഷിൻ്റെ സംഗീതത്തില് എന്തോരം ക്ലാസിക്കൽ സോങ്സ് ആണല്ലോ രവീന്ദ്ര മാഷ് സംഗീതം കൊടുത്തിരിക്കുന്നത്. ഒത്തിരി വലിയ വലിയ ഗാനങ്ങളൊക്കെ ഇല്ലേ, നമ്മളൊന്നും എടുത്താൽ പൊങ്ങാത്ത പാട്ടുകളൊക്കെ. രാവിൽ രാഗനിലാവിൽ എന്നാത്മനാഥൻ വന്നെൻ്റെ പൂക്കൾ തേനല്ലി പൂക്കൾ, ഇന്നെൻ്റെ ദേവൻ വന്നെൻ്റെ രാവിൽ ഉത്രാടരാവിൽ. നല്ല പാട്ടല്ലേ. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ശ്രീലങ്ക പ്രക്ഷേപണത്തിൽ ഈ പാട്ട് എപ്പോഴും വരുമായിരുന്നു. മഴ നിലാവ് എന്നൊക്കെ പരസ്യം പറഞ്ഞിട്ട് ചെറുതിലെ കേൾക്കുന്നത് കാരണം നമ്മളുടെ മനസ്സിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഇഷ്ടത്തോടു കൂടി നിൽക്കുകയെ. പിന്നെ കഥ ഇത് പറയുന്ന സിനിമയിലെ പൂച്ചൽ ഖാദർ സാറ് വരികൾ എഴുതി ജോൺസൺ മാഷിൻ്റെ സംഗീതം, റഹ്മാനും രോഹിണിയും കൂടിയുള്ള ഡാൻസാണ് വിഷ്വലി. റഹ്മാനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടറാണ് റഹ്മാൻ, അതുകൊണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞതാണ്. രാഗിണി രാഗരൂപിണി പ്രിയവരദായിനി പ്രേമവാഹിനി, അവതണുവേ മധുരവുമാ അവതണുവേ മധുരവുമാ, ഇതളിടും പൂക്കൾ നുള്ളാൻ വാ, രാഗണേ രാഗരൂപനേ പ്രിയവരദായനേ പ്രേമവാഹനേ. ആ പാട്ട്. പിന്നെ ധ്രുവം സിനിമയിലെ MD രാജേന്ദ്രൻ മാഷ് വരികൾ എഴുതി SP വെങ്കടേഷ് സാറിൻ്റെ സംഗീതം. തുമ്പി പെണ്ണേ വാവ
തുമ്പച്ചോട്ടിൽ വാവാ ഇളവയിൽ കുങ്കുമ തളികയും കൊണ്ട് കസവു നൂൽ തുന്നിയ പുടവയും കൊണ്ടു നീവാ നീവാ. ആ പാട്ട്. പിന്നെ നമ്മളുടെ ഹലോ ഡാർലിംഗ് എന്ന സിനിമയിൽ വയലാർ സാർ എഴുതി MK അർജുനൻ മാഷിൻ്റെ സംഗീതം. അനുരാഗമേ അനുരാഗമേ മധുര മധുരമാനുരാഗമേ ആദ്യത്തെ സ്വരത്തിൽ നിന്നാദ്യത്തെ പൂവിൽ നിന്ന മൃദുമായി നീ ഉണർന്നു യുഗപരിണാമങ്ങളിലൂടെ ഈ യുഗ്മഗാനമായി വിടർന്നു. അനുരാഗമേ അനുരാഗമേ. ആ പാട്ട് നല്ലൊരു ക്ലാസിക്കൽ മൂഡാണ് ആ പാട്ടും. പിന്നെ ഹലോ മദ്രാസ് കേൾ എന്ന സിനിമയിൽ പൂച്ചൽ ഖാദർ സാർ വരികൾ എഴുതി ഗംഗെ അമരൻ സാർ സംഗീതം കൊടുത്ത ആശംസകൾ നൂറു നൂറാശംസകൾ ആശകൾ വാക്കുകൾ തേടുമേ വേളയിൽ എൻ്റെ ഹൃദയം നീട്ടി നിൽക്കും നൂറു നൂറാശംസകൾ. ഈ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയുള്ള ഇതിനൊക്കെ ഞാൻ ഈ പാട്ടിൽ 2 വരി എഴുതി പാടി വിഷ് ചെയ്യാറുണ്ട്. പിന്നെ പാളങ്ങൾ എന്ന സിനിമയിലെ അർജുൻ മാഷിൻ്റെ അത് കംപ്ലീറ്റ് ഹംസദിനി ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാം. ഈ സിനിമാ ഗാനങ്ങൾ എപ്പോഴും കറക്റ്റ് ഈ രാഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവേദികളിൽ എന്നും നീ വന്നു ഒരു നിമിഷം ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവേദികളിൽ. എൻ്റെ പാട്ടിൽ എനർജി കുറവുണ്ട്. അതെൻ്റെ ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഒത്തിരി എടുത്തിട്ടുണ്ട്. എനിക്ക് ആ എനർജി തിരിച്ച് വന്നിട്ടില്ല. അതിൻ്റെ ഒരു കുറവുകൊണ്ട് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. പാടാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പാടിയതാണ്. തെറ്റുകളുണ്ട്, ക്ഷമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി.